വെൽക്കം ബാക്ക് ടു കിച്ചൺ ടേൽസ്. ഇന്നത്തെ വീഡിയോ 4 വെറൈറ്റി ദോശയുടെ ഫില്ലിംഗ് ആണ്. 2 വെജും 2 നോൺ വെജും ആൻഡ് അതിൻ്റെ കൂടെ സെർവ് ചെയ്യുന്ന 4 വെറൈറ്റി ചമ്മന്തിയുടെ റെസിപ്പിയും ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. സോ ആദ്യം ബീഫ് കീമ ആൻഡ് മൊസറല്ല ചീസിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. സോ അതിനായിട്ട് ഒരു നോൺ സ്റ്റിക്ക് പാൻ ചൂടാക്കി കുറച്ച് കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്യുക. സോ ഓയിലൊന്ന് ചൂടായി കഴിയുമ്പോൾ 1/2 കപ്പ് ചോപ്ഡ് അനിയൻസ് ആഡ് ചെയ്യുക. ഞാനൊരു 2 ദോശയിലേക്കുള്ള ഫില്ലിങ്ങിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഒരു 100 ഗ്രാംസ് മിൻസ് മീറ്റാണ് എടുത്തിരിക്കുന്നത്. അനിയൻസ് നന്നായി സോട്ട് ചെയ്ത് കഴിയുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ ക്രഷ് ഗാർലിക് ആഡ് ചെയ്യുക ആൻഡ് 1/2 ടീസ്പൂൺ ജിഞ്ചർ ആൻഡ് 1/2 ടീസ്പൂൺ ചോപ്ഡ് ഗ്രീൻ ചില്ലീസ്. ഇത്രയും നന്നായിട്ട് സോട്ടേ ചെയ്യുക. ഇത് ബീഫ് വെച്ചിട്ടാണെങ്കിലും ചിക്കൻ വെച്ചിട്ടാണെങ്കിലും ഈ ഫില്ലിംഗ് റെഡിയാക്കാവുന്നതാണ്. ഒരു 1/4 ടീസ്പൂൺ സോൾട്ട്, 1/4 ടീസ്പൂൺ ടർമറിക് പൗഡർ ആൻഡ് 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ. എപ്പോഴും ഫ്രഷ് ആയിട്ട് ക്രഷ് ചെയ്ത പെപ്പറാണ് യൂസ് ചെയ്യേണ്ടത്. ആൻഡ് 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ. സോ ഇനി മിൻസ് ചെയ്ത് ബീഫ് ആഡ് ചെയ്യാം. 100 ഗ്രാംസ് മിൻസ്ഡ് ബീഫ് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. സോ ബീഫ് കുക്കാവുന്നവരെ നന്നായിട്ട് സോട്ടേ ചെയ്യാം. ഡ്രൈ ആയിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിലാണ് ഈ ബീഫ് റെഡിയാക്കേണ്ടത്. സോ അത്രയും നേരം വരെ ഇങ്ങനെ ഇതുപോലെ സോട്ടേ ചെയ്യാം. ബീഫ് ഇപ്പം നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി സോൾട്ട് ഒന്ന് ചെക്ക് ചെയ്ത് ഞാനൊരു 1/4 ടീസ്പൂൺ സോൾട്ട് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. Again 1/4 teaspoon pepper and 1/4 teaspoon garam masala. സോ ഇത് ഓപ്ഷനാണ്. മസാലയുടെയൊക്കെ ആവശ്യത്തിനനുസരിച്ച് ആഡ് ചെയ്താൽ മതി. ഇനി മൊസറല്ല ചീസ് ഇട്ടിട്ടാണ് നമ്മൾ ദോശ ചെയ്യാൻ പോകുന്നത്. സോ അതപ്പോൾ ബാക്കിയുള്ള മസാല കൂടി റെഡിയാക്കിയിട്ട് ലാസ്റ്റ് ചെയ്യാം. ബീഫ് ഇപ്പം നന്നായിട്ട് കുക്കായിട്ടുണ്ട്. സോ ഇനി ഇതൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. സോ ഇനി പ്രോൺ ദോശയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. സോ അതിന് ഒരു 100 ഗ്രാംസ് പ്രോൺസ് സോൾട്ട് ആൻഡ് ടർമറിക് ആഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്ത് ഗ്രൈൻഡറിലൊന്ന് ക്രഷ് ചെയ്ത് വെക്കാം. ഒരു പാൻ ചൂടാക്കി ഓയിലൊന്ന് ചൂടാവുമ്പോൾ ഒരു 1/2 കപ്പ് ചോപ്ഡ് അനിയൻസ് ആഡ് ചെയ്യുക. നമ്മൾ നേരത്തെ ബീഫ് കീമയിൽ ചെയ്ത പോലെ തന്നെ 1/2 ടീസ്പൂൺ ക്രഷ് ഗാർലിക്, 1/4 teaspoon ginger and 1/2 teaspoon chopped green chilli, 1/4 teaspoon turmeric powder, 1/4 teaspoon pepper powder and 1/4 teaspoon salt. അനിയൻസ് നന്നായിട്ട് സോട്ടേ ചെയ്ത് കഴിഞ്ഞിട്ട് വേണം ചില്ലി പൗഡറൊക്കെ ആഡ് ചെയ്യാനായിട്ട്. അനിയൻസ് സോട്ടേ ചെയ്ത് കഴിയുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ആൻഡ് 1/4 ടീസ്പൂൺ സ്പൈസി ചില്ലി പൗഡർ ഇത്രയും ആഡ് ചെയ്ത് സോട്ടേ ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് പ്രോൺസ് 100 ഗ്രാംസ് ആഡ് ചെയ്യാം. പ്രോൺസ് നമ്മൾ നേരത്തെ ബോയിൽ ചെയ്തപ്പോൾ ആഡ് ചെയ്തതാണ്. അത് കാരണം ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് വേണം സോൾട്ട് ആഡ് ചെയ്യാനായിട്ട്. അനിയൻസും പ്രോൺ മിക്സ്ചറും നന്നായിട്ടൊന്ന് മിക്സായിട്ട് വേണം ഒരു പ്ലേറ്റിലോട്ട് മാറ്റാൻ. സോ ഈ മിക്സ്ചർ ഇതുപോലെ ഡ്രൈ ആയി കഴിയുമ്പോൾ ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. സോ നെക്സ്റ്റ് മസാല ദോശയാണ്. സോ അതിന് ഒരു പാൻ ചൂടാക്കാൻ വെക്കാം. സോ ഞാൻ 2 പൊട്ടാറ്റോസും ക്യാരറ്റും പ്രഷർ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് മാഷ് ചെയ്തിട്ട് വേണം നമ്മൾ ആഡ് ചെയ്യാനായിട്ട്. ഫൈനായിട്ട് മാഷ് ചെയ്യാതെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് വേണം മാഷ് ചെയ്യുമ്പോൾ. പാൻ ചൂടായി കഴിയുമ്പോൾ ഓയിൽ ആഡ് ചെയ്ത് കുറച്ച് മസ്റ്റേർഡ് ആഡ് ചെയ്യുക.
അണിയൻസ് എപ്പോഴും മസാലയ്ക്ക് കുറച്ച് കൂടുതൽ വേണം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് സ്ലൈസ് ചെയ്ത് അണിയൻസ് ആഡ് ചെയ്യുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ സോൾട്ട് ആഡ് ചെയ്യുക. 1/4 ടീസ്പൂൺ ടർമറിക് പൗഡർ, ഒരു 2-3 സ്ലിറ്റഡ് ഗ്രീൻ ചില്ലീസ്, 3 ടേബിൾ സ്പൂൺ ക്രഷ്ഡ് ഗാർലിക്, 1 ടീസ്പൂൺ ചോപ്ഡ് ജിഞ്ചർ, കുറച്ചുകൂടി ഓയിൽ ആഡ് ചെയ്യുക. ആനിയൻസ് ഒന്ന് സോട്ടേ ആയി കഴിയുമ്പോൾ നമ്മൾ നേരത്തെ മാഷ് ചെയ്ത പൊട്ടാറ്റോസും ക്യാരറ്റും ആഡ് ചെയ്യുക. സോ ഇതൊരു 4 പേരുടെ ക്വാണ്ടിറ്റിയാണ് ഞാനിന്ന് ചെയ്യുന്നത്. പൊട്ടാറ്റോസിൻ്റെയും ക്യാരറ്റിൻ്റെയും റോനെസ് നന്നായിട്ട് പോയിട്ട് വേണം ദോശയിലോട്ട് ഫില്ല് ചെയ്യാനായിട്ട്. അപ്പോൾ കുറച്ചുകൂടി ഓയിൽ ആഡ് ചെയ്യുക. ഞാനൊരു 1/2 ടീസ്പൂൺ ടർമറിക് പൗഡർ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. 1/2 ടീസ്പൂൺ ഫ്രഷ് ആയിട്ട് ക്രഷ് ചെയ്ത പെപ്പർ. ഈ ഒരു മിക്സ്ചർ കുറച്ച് സമയം എടുക്കുമെന്ന് നന്നായിട്ടൊന്ന് സോട്ടേ ചെയ്യാനായിട്ട്. അപ്പോൾ അത്രയും നേരം വരെ ഒരു ഹൈ ഫ്ലെയിമിലിട്ട് സോട്ടേ ചെയ്യാം. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൊട്ടാറ്റോസിൻ്റെയും ക്യാരറ്റിൻ്റെയും റോനെസ് നന്നായിട്ട് മാറിയിട്ട് വേണം ഗ്രീൻ പീസ് ആഡ് ചെയ്യാനായിട്ട്. സോ ഇത് ഫ്രോസൺ ഗ്രീൻ പീസാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഫ്രഷ് ഗ്രീൻ പീസ് ആണെങ്കിൽ ജസ്റ്റ് കുക്ക് ചെയ്തിട്ട് വേണം ആഡ് ചെയ്യാനായിട്ട്. സോ ജസ്റ്റ് ഒന്ന് സോൾട്ടൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. സോ എനിക്കെപ്പോഴും ഡ്രൈ കൺസിസ്റ്റൻസിയാണ് ഇഷ്ടം. കുറച്ച് വാട്ടറി ആക്കണമെങ്കിൽ കുറച്ച് ബോയിൽ വാട്ടറും കൂടി ആഡ് ചെയ്ത് ഒരു 5 മിനിറ്റ്സ് ഒന്ന് ബോയിൽ ചെയ്താൽ മതി. മെയിൻ തിങ് ഈ മിക്സ്ചർ നന്നായിട്ട് സോട്ടേ ചെയ്യണം എന്നുള്ളതാണ്. ഇനി നമ്മൾ പനീർ ദോശ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഫ്രഷ് ആയിട്ട് പനീർ റെഡിയാക്കിയാണ് ഈ ഒരു ഫില്ലിംഗ് റെഡിയാക്കാൻ പോകുന്നത്. അതിനൊരു 1/2 ലിറ്റർ മിൽക്ക് ഒന്ന് ബോയിൽ ചെയ്യുക. ചെറിയൊരു ക്വാണ്ടിറ്റി പനീർ വേണ്ട കാരണം പിന്നെ ഇതിന് ഒരു പെർട്ടിക്കുലർ ഷേപ്പ് ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് നമ്മൾ പനീർ ക്രംപിൾ ചെയ്താണ് മിക്സർ ആക്കാൻ പോകുന്നത്. അപ്പോൾ ഫ്രഷ് ആയിട്ട് പനീർ ഉണ്ടാക്കുന്നതാണ് എപ്പോഴും നല്ലത്. 5 മിനിറ്റ്സിന് ശേഷം ഈ പനീർ ഒന്ന് ഒരു കോട്ടൺ ക്ലോത്തിൽ സ്ട്രെയിൻ ചെയ്തെടുക്കുക. ഈ ക്ലോത്ത് ഒന്ന് ഇതുപോലെ ടൈ ചെയ്ത് സ്ട്രെയിൻ ചെയ്യാനായിട്ട് ഒരു സ്ട്രെയിനറിൽ വെക്കുക. ഞാനൊരു ചെറിയ ക്വാണ്ടിറ്റി പനീറേ ചെയ്യുന്നുള്ളൂ. ഒരു 1/2 ലിറ്ററിൻ്റെയാണ് നമ്മൾ ചെയ്തത്. സോ പാൻ ചൂടാക്കി ഓയിൽ ആഡ് ചെയ്യുക. ആൻഡ് ഒരു 1/4 കപ്പ് ചോപ്ഡ് അനിയൻസ് സോട്ടേ ചെയ്ത് കഴിയുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഗ്രീൻ ചില്ലി, 1/2 ടീസ്പൂൺ ക്രഷ്ഡ് ഗാർലിക്, 1/2 ടീസ്പൂൺ ജിഞ്ചർ, quarter teaspoon turmeric powder, quarter teaspoon pepper powder and quarter teaspoon garam masala. So ini നമ്മൾ നേരത്തെ റെഡിയാക്കിയ പനീർ ജസ്റ്റ് ഒന്ന് ക്രംബിൾ ചെയ്ത് ആഡ് ചെയ്യാം. സോൾട്ട് ആവശ്യത്തിന് ആഡ് ചെയ്യുക. ആൻഡ് ഫ്രഷ്ലി ക്രഷ്ഡ് പെപ്പർ ആഡ് ചെയ്യുക. സോ പനീർ ഫില്ലിങ്ങും ഓൾമോസ്റ്റ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. സോ ഇനി നമുക്കിത് ദോശയിലോട്ട് ഫില്ല് ചെയ്യാം. സോ നമ്മുടെ ദോശയിലേക്കുള്ള 2 നോൺ വെജ് ഫില്ലിങ്ങും 2 വെജ് ഫില്ലിങ്ങും റെഡി ആയിട്ടുണ്ട്. സോ ദോശയുടെ ഫില്ലിംഗ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ 4 വെറൈറ്റി ചട്നീസാണ് റെഡിയാക്കാൻ പോകുന്നത്. സോ ഇനി ഞാൻ ആദ്യം ഗ്രീൻ ചില്ലി ചട്നിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് ഒരു 1/2 കപ്പ് ഗ്രേറ്റഡ് കോക്കനട്ട്. എപ്പോഴും ഫ്രഷ് കോക്കനട്ട് തന്നെ ചട്നീസിന് യൂസ് ചെയ്യണം. ഒരു 2 ഗ്രീൻ ചില്ലീസ്, 4 to 5 ഷാലറ്റ്സ്, 2 ഗാർലിക് ക്ലോവ്സ്, ചെറിയൊരു പീസ് ജിഞ്ചർ ആൻഡ് സോൾട്ട്. ഇതൊന്ന് ഒരു 2 ടീസ്പൂൺ വാട്ടറും കൂടി ആഡ് ചെയ്ത് ഗ്രൈൻഡ് ചെയ്യാം.
ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് സോൾട്ടും വാട്ടറും ഗ്രീൻ ചില്ലിയൊക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യാം. കുറച്ച് കറി ലീവ്സും കൂടി ഇട്ട് ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് ക്രഷ് ചെയ്യാം. നമ്മുടെ ആദ്യത്തെ ചട്നി റെഡി ആയിട്ടുണ്ട്. ഇത് ഇനി ഒരു ബൗളിലോട്ട് മാറ്റാം. ഇത് മസ്റ്റേർഡ് ടെമ്പർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതുപോലെ റോ ആയിട്ടാണ് കൂടുതൽ ടേസ്റ്റി. ഇതുപോലെ തിക്ക് കൺസിസ്റ്റൻസിയാണ് ഈ ഒരു ചട്നിക്ക് വേണ്ടത്. ഇനി റെഡ് കളർ ചട്നിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു പാൻ ചൂടായി കഴിയുമ്പോൾ ഒരു 5 to 10 ഷാലറ്റ്സ്, 3 to 4 ഗാർലിക് ക്ലോവ്സ് ആൻഡ് ഒരു ചെറിയ പീസ് ജിഞ്ചർ, 4 to 5 ഹോൾ റെഡ് ചില്ലീസ് ആൻഡ് കുറച്ച് കറി ലീവ്സ്. ജസ്റ്റ് ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് 5 minutes ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് കോക്കനട്ട് ആയിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്യാം. ഒരു ഗ്രൈൻഡർ ജാറിൽ 1 cup കോക്കനട്ട്, നമ്മൾ നേരത്തെ ഡ്രൈ റോസ്റ്റ് ചെയ്ത ഇൻഗ്രീഡിയൻസ് ആൻഡ് ഒരു 1 teaspoon പൊട്ടുകടല, ആവശ്യത്തിന് സോൾട്ട്. ഇത്രയും ഒന്ന് കുറച്ച് വാട്ടർ ആഡ് ചെയ്ത് ഗ്രൈൻഡ് ചെയ്യാം. ഞാനൊരു കളറിന് വേണ്ടി ഒരു 1/4 teaspoon കാശ്മീരി ചില്ലി പൗഡർ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ജസ്റ്റ് സോൾട്ട് ഒന്ന് ചെക്ക് ചെയ്ത് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി ഒരു പാൻ ചൂടാക്കി ഓയിൽ ഒഴിച്ച് നമ്മൾ നേരത്തെ റെഡിയാക്കിയ ചട്നി ഒന്ന് ടെമ്പർ ചെയ്യാം. ഒരു 1/2 teaspoon മസ്റ്റേർഡ് ആഡ് ചെയ്ത് കുറച്ച് ഫ്രഷ് കറി ലീവ്സും ആഡ് ചെയ്ത് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ റെഡ് ചട്നിയുടെ മേലെ ഒഴിക്കുക. റെഡ് ചട്നി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ ഗ്രീൻ ചില്ലി കൊണ്ടുള്ള ചട്നിയാണ് ചെയ്യാൻ പോകുന്നത്. ഇനി അടുത്ത ഗ്രീൻ ചില്ലി ചട്നിക്ക് കുറച്ച് ഷാലറ്റ്സ്, ഇതുപോലെ സ്മാഷ് ചെയ്ത്, ദെൻ ഗ്രീൻ ചില്ലി അതും ഇതുപോലെ നന്നായിട്ട് സ്മാഷ് ചെയ്ത്, കുറച്ച് ടാമറിൻഡ്, സോൾട്ട്, കാന്താരി ചില്ലി ഇഷ്ടമുള്ളവർക്ക് അതായാലും യൂസ് ചെയ്യാം. ഞാൻ നോർമൽ ഗ്രീൻ ചില്ലീസാണ് യൂസ് ചെയ്യുന്നത്. ഇത് നന്നായിട്ട് മാഷ് ചെയ്ത് ജസ്റ്റ് സോൾട്ടും ടാമറിൻഡൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് ഒരു ബൗളിലോട്ട് മാറ്റാം. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ഈ ഒരു ചട്നിക്ക് വേണ്ടത്. ഇനി കുറച്ച് റോ കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്യാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഗ്രീൻ ചില്ലി ചട്നി റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ അണിയൻ ചട്നിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് കുറച്ച് മിൻസ് ചെയ്ത അണിയൻസ്, കുറച്ച് ടാമറിൻഡ്. ഇതിങ്ങനെ ഒരു 5 minutes ഞാൻ വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ടാണ് ഈ അണിയൻസിലോട്ട് ആഡ് ചെയ്യുന്നത്. സോൾട്ട് ആവശ്യത്തിന്, സ്പൈസി ചില്ലി പൗഡർ അതും ഓരോരുത്തരുടെ ആവശ്യത്തിന് ആഡ് ചെയ്യാവുന്നതാണ്. നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് റോ കോക്കനട്ട് ഓയിലും കൂടി ആഡ് ചെയ്യാം. ഇത് നന്നായി മിക്സ് ചെയ്തിട്ട് വേണം വാട്ടർ ആഡ് ചെയ്യാനായിട്ട്. ഞാനിതിൽ ഒരു 2 teaspoon വാട്ടർ ആദ്യം ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടാണ് ബാക്കിയുള്ള വെള്ളം ആഡ് ചെയ്യുന്നത്. ദെൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൺസിസ്റ്റൻസിയിൽ വാട്ടർ ആഡ് ചെയ്യാം. നമ്മുടെ അണിയൻ ചട്നിയും റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ദോശയിൽ സെർവ് ചെയ്യാം. ഇനി നമുക്ക് ബീഫ് ആൻഡ് മൊസറല്ല ചീസ് ദോശ റെഡിയാക്കാം. ഈ ദോശ ഒന്ന് ഡ്രൈ ആയിട്ട് വേണം ഗീ ഒഴിക്കാനായിട്ട്. ഗീ ഒന്ന് ഒഴിച്ചു കൊടുക്കാം.
സോ ഒന്ന് ദോശ ഒന്ന് ലൈറ്റ് ബ്രൗൺ ആയി കഴിയുമ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കിയ മിൻസ് ബീഫ് ആഡ് ചെയ്യുക. ഒരു സൈഡിലായിട്ടാണ് ഈ മിൻസ് ബീഫ് ആഡ് ചെയ്യേണ്ടത്. ആൻഡ് കുറച്ച് ഷ്രെഡഡ് മൊസറല്ല. സോ ഇതുപോലെ ഒന്ന് ഒരു സൈഡ് ബ്രൗൺ ആയി കഴിയുമ്പോൾ ഇതുപോലെ ഒന്ന് മടക്കി നന്നായിട്ട് പ്രസ് ചെയ്യുക. അപ്പുറത്തെ സൈഡും ഒന്ന് തിരിച്ചിടുക. നമ്മുടെ കീമ ആൻഡ് മൊസറല്ല ചീസ് ദോശ റെഡി ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് പ്രോൺ ദോശ റെഡി ആക്കാം. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പ്രോൺ ദോശയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ദോശമാവ് ഒന്ന് ഡ്രൈ ആയിട്ട് വേണം പ്രോൺ മീറ്റ് ആഡ് ചെയ്യാനായിട്ട്. ബാറ്റർ ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട്. കുറച്ച് ഗീയും നമ്മൾ നേരത്തെ റെഡിയാക്കിയ പ്രോൺ മിക്സറും ആഡ് ചെയ്യാം. ഇനി ഇതുപോലെ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു സൈഡിലായിട്ടാണ് ആഡ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രോൺ ചമ്മന്തി വേണമെങ്കിലും ഈ ഇത് മിക്സറിൻ്റെ മേലെ ആഡ് ചെയ്യാവുന്നതാണ്. ഇനി ജസ്റ്റ് ഒന്ന് നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്ന് മറിച്ചിടാം. പ്രോൺ ദോശ റെഡി ആയിട്ടുണ്ട്. സോ ഇനി നമ്മൾ മസാല ദോശയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കുറച്ച് ഗീ ആഡ് ചെയ്യാം. ദോശ ഒന്ന് മുരിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കിയ പൊട്ടേറ്റോ മസാല ഒരു സൈഡിൽ ഇങ്ങനെ ഇതുപോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. നമ്മൾ മസാല ദോശ റെഡി ആയിട്ടുണ്ട്. ഇനി പനീർ ദോശ റെഡിയാക്കാം. ഇതിപ്പോൾ എപ്പോഴും പാനിൻ്റെ ചൂടനുസരിച്ച് വേണം ദോശമാവ് ഒഴിക്കാനായിട്ട്. ഇതിപ്പോൾ ചൂട് കൂടുതലായതുകൊണ്ടാണ് ഇതുപോലെ ഇങ്ങനെ നമുക്ക് നന്നായിട്ട് സ്പ്രെഡ് ആവാനായിട്ട് പറ്റാതെ വന്നത്. സോ അതിപ്പോൾ ചൂട് നന്നായിട്ട് കറക്റ്റ് മീഡിയം ആയിട്ട് വേണം ദോശമാവ് ഒഴിക്കാനായിട്ട്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കിയ പനീറിൻ്റെ മിക്സ്ചർ ഇത് നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു സൈഡിലായിട്ട് നമ്മുടെ പനീർ ദോശയും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ചട്നിയുടെ കൂടെ സെർവ് ചെയ്യാം.